കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്ന കുറവിന് പരിഹാരമായി. ചരിത്രമുറങ്ങുന്ന പഴയ നിയമസഭയുടെ ഈ ഹാളിലാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി അവതരിച്ചത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തും വനിതയായിരുന്നു എന്ന പ്രത്യേകതയും പഴയ നിയമസഭാ ഹാളിൽ ചേർന്ന ഈ സഭാ സമ്മേളനത്തിനുണ്ടായി. കേരള രൂപീകരണത്തിന് ശേഷം ഭരണ സംവിധാനത്തിൽ ഇതുവരെയുള്ള ഏറ്റവും വലിയ കുറവ് സംസ്ഥാനത്ത് വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്നതായിരുന്നു. അതിന് ഇന്ന് പരിഹാരമുണ്ടായി. അതും കേരളത്തിന്റെ വികസനത്തിന് നാഴികക്കല്ലായ ചരിത്രപരമായ നിരവധി ബില്ലുകൾ പാസാക്കിയ സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ ഹാളിൽ. കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള മാതൃകാ നിയമസഭയാണിത്. തലസ്ഥാനത്തെ 54 സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 140 വിദ്യാർത്ഥികളാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും MLA-മാരുമായി എത്തിയത്. സെന്റ് ജോൺസ് മോഡൽ സ്കൂൾ നാലാഞ്ചിറയിലെ വിദ്യാർത്ഥി സനൂജ് GS ആണ് സ്പീക്കർ. തന്റെ കസേരയിലിരുന്ന് കത്തിക്കേറുന്ന ആളെ കണ്ട് ആസ്വദിക്കുകയാണ് നിയമസഭയുടെ യഥാർത്ഥ സ്പീക്കർ AN ഷംസീർ. വകുപ്പ് മന്ത്രിക്കെതിരെ കുമാരി അമാനി മുഹമ്മദ് നടത്തിയ പരാമർശം രേഖയിൽ ഉണ്ടായിരിക്കുകയില്ല. മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യാനും പാടില്ല. മാതൃകാ സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായ ഫാത്തിമയെ കാണാൻ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ എത്തി. സംസ്ഥാനത്തെ രൂക്ഷമായ വിലക്കയറ്റമായിരുന്നു അടിയന്തര പ്രമേയം. ഇനി പച്ചക്കറിയുടെ കാര്യമെടുത്താലോ, തക്കാളി കിലോയ്ക്ക് 110 മുതൽ 130 രൂപ വരെ, ചെറിയുള്ളി 100 മുതൽ 110 രൂപ വരെ, പച്ചമുളകിന് 80 മുതൽ 90 രൂപ വരെയാണ് വില. ഉള്ളി മുറിക്കുമ്പോഴല്ല, വില കേൾക്കുമ്പോൾ തന്നെ കണ്ണിൽ വെള്ളം നിറയുന്ന അവസ്ഥയാണിത്. എല്ലാം കേന്ദ്രത്തിന്റെ തലയിൽ വെച്ച് ഭക്ഷ്യമന്ത്രി. GST നഷ്ടപരിഹാര കുടിശ്ശിക വൈകിപ്പിച്ചും സംസ്ഥാനങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ കൈയടക്കിയും വൻ സാമ്പത്തിക ആഘാതമാണ് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന്റെ മേൽ സൃഷ്ടിക്കുന്നത്. ഇനി കേരളത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയുടെ ഊഴം. ദേശീയ ശരാശരിയിൽ നിന്ന് 1% താഴ്ത്തി നിർത്താൻ ഭക്ഷ്യോൽപാദന വർധനയിലൂടെയും മികച്ച പൊതുവിതരണ സമ്പ്രദായങ്ങളിലൂടെയും കേരളത്തിന് സാധിച്ചു എന്നത് നിസ്സാര നേട്ടമല്ല. വെഞ്ഞാറമൂട് GHSSലെ ഗൗരിപ്രിയ S-നാണ് അധികായന്മാറിയിരുന്ന മുഖ്യമന്ത്രി കസേരയിലെത്താൻ ഭാഗ്യം ലഭിച്ചത്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ്. സർ, ഇതാണോ ജനാധിപത്യം? ഇതിനാണോ ജനാധിപത്യം? ഇങ്ങനെയാണോ ജനാധിപത്യം? ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കാണാൻ കഴിയാതെ ഇങ്ങനെ ഭരണത്തിൽ കടിച്ചു തൂങ്ങിയിരിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? പട്ടം സെന്റ് മേരീസ് HSSലെ ശില്പ TS ആയിരുന്നു പ്രതിപക്ഷ നേതാവ്. സ്പീക്കർ AN ഷംസീറാണ് മാതൃകാ നിയമസഭ ഉദ്ഘാടനം ചെയ്തത്. മാതൃകാ സഭയിലെ പ്രതിപക്ഷ നിരയിൽ ഉഴപ്പന്മാരുണ്ടെന്ന് സ്പീക്കർ. പ്രതിപക്ഷ നിരയിലിരിക്കുന്ന ചിലര് ബാക്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രതിപക്ഷ നിരയിൽ കുറച്ച് ഉഴപ്പന്മാരായ നിയമസഭാ സാമാജികരുണ്ട്. അതുകൊണ്ടാണ് പിറകിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 2.5 മണിക്കൂറോളമാണ് മാതൃകാ സഭ നീണ്ടു നിന്നത്. ക്യാമറമാൻ സാദിഖ് പാറക്കലിനൊപ്പം സൈഫ് സൈനുലാബ്ദീൻ, മീഡിയ 1.